വിളിച്ച വലിയ ആളെ ശക്തനായ പ്രതിപക്ഷ നേതാവ് എന്നല്ലേ. അപ്പോൾ അത്രമാത്രം ആ സദസ്സിലവിടെ സംബന്ധിക്കുക എന്നുള്ള നിലയ്ക്ക് അവിടെ സംബന്ധിച്ചു മൂപ്പർ. അതിന് എപ്പോഴും നമ്മൾ അയാളോട് നന്ദിയുള്ളവരും കടപ്പെട്ടവരും ഒക്കെയാണ് അങ്ങനെ വന്നതുകൊണ്ട്. പിണറായി വിജയനുമായിട്ട് നല്ല ബന്ധമുള്ള വ്യക്തി കൂടിയാണ് താങ്കൾ. പല വിഷയങ്ങളും ഉന്നയിച്ച സമയത്ത് ആ രീതിയിൽ തന്നെ കേട്ട് അദ്ദേഹം അത് പരിഹരിച്ച് തന്നിട്ടുണ്ട്. പലതും പരിഗണിച്ചിട്ടുണ്ട്. നല്ല ബന്ധം തന്നെ. മുഖ്യമന്ത്രി മാത്രമല്ല, കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരായിട്ടും, കോൺഗ്രസ് നേതാക്കന്മാരായിട്ടും, ലീഗ് നേതാക്കന്മാരായിട്ടും ഒക്കെ നല്ല ബന്ധങ്ങളാണുള്ളത്. ഉൾപ്പെടെയുള്ള ആളുകളായിട്ടും ഉൾപ്പെടെയുള്ള നല്ല ബന്ധമാണുള്ളത്. സതീശൻ വലിയ ആളെ ശക്തനായ പ്രതിപക്ഷ നേതാവ് എന്നല്ലേ. മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ നിങ്ങളെ സഹായിച്ചതിനെ കുറിച്ച് തങ്ങൾ തന്നെ വി.ഡി. സതീശന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയോടും എന്നോടൊക്കെയുള്ള പ്രത്യേക ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് ആ യാത്രക്കിടയിൽ അവിടെ വന്നു. എന്നിട്ട് മൂപ്പർ മനസ്സിലാക്കി അവിടെ പ്രസംഗിക്കാൻ അവിടെ ഒരു സമയം ഉണ്ടാവില്ല എന്ന്. അപ്പോൾ മൂപ്പർ എന്നോട് പറഞ്ഞു, പ്രസംഗിക്കലല്ല ആവശ്യം, ഇവിടെ വരലാണ്, ഞാൻ പോകട്ടോ എന്ന്. അപ്പോൾ അത്രമാത്രം ആ സദസ്സിലവിടെ സംബന്ധിക്കുക എന്നുള്ള നിലയ്ക്ക് അവിടെ സംബന്ധിച്ചു മൂപ്പർ. അതിന് എപ്പോഴും നമ്മൾ അയാളോട് നന്ദിയുള്ളവരും കടപ്പെട്ടവരും ഒക്കെയാണ് അങ്ങനെ വന്നതുകൊണ്ട്. വളരെ മാന്യമായ നിലക്കുള്ളൊരു സമീപനാണ് അവരെത്ര ദൂരത്തു നിന്നാണ് വന്നതെന്ന് അറിയും. വന്നിട്ട് അതിൽ പങ്കെടുത്ത് പ്രസംഗിക്കാനല്ല വന്നത്. മൂപ്പർക്ക് പ്രസംഗമൊക്കെ ഉണ്ട്. വി.ഡി. സതീശൻ നമ്മളെ അന്നത്തെ വിശിഷ്ട അതിഥികളിൽപ്പെട്ട ആളാണ്. തിരക്ക് മൂലമാണ് വി.ഡി. സതീശൻ സംസാരിക്കാൻ കഴിയാതെ പോയത്. അതെ, മൂപ്പർക്ക് വേറെ പരിപാടി ഉണ്ട്. അപ്പോൾ മൂപ്പർ അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞു പോയി. അല്ല, എന്നിട്ടും മൂപ്പരെ സാന്നിധ്യം അവിടെ ഉണ്ടായല്ലോ. അതാണ് ഒന്ന് കണ്ടുപോകുക എന്നുള്ളതാണ് മൂപ്പർ ഉദ്ദേശിച്ചത്. ആ ക്ഷണം സ്വീകരിക്കാതെ, സമസ്ത ക്ഷണിച്ച ക്ഷണം സ്വീകരിക്കാം. അതോടൊപ്പം നമുക്ക് ഈ സമ്മേളനത്തിന് വേണ്ടി സ്ഥലം വിട്ട് നൽകിയ ആ വ്യക്തിയുടെ പേരിനെ കുറിച്ചും വലിയ രീതിയിൽ പറയപ്പെടുന്നുണ്ട്. എന്താ വലിയ ഒരു സംഭാവന. അത് ഇബ്രാഹിം ഹാജി കുനിയിലുള്ള ഷാർജയിൽ ആസ്ഥാനമായിട്ട് ബിസിനസ് നടത്തുന്ന വലിയ ആളാണ്. മൂപ്പർ വലിയ സൗകര്യങ്ങളൊക്കെ അവിടെ ചെയ്തു തന്നിട്ടുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അയാൾക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടിട്ട് ഇന്നലത്തെ പത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. ഒരു പ്രത്യേകമായിട്ട് ലെറ്ററും മൂപ്പർക്ക് അയച്ചിട്ടുണ്ട് നന്ദി രേഖപ്പെടുത്തി.